Flash Term Text Term 2 Lesson 3 King Bruce and the Spider. Flash Term Text English Lesson 3 King Bruce and the Spider. Bruce BRUCE. സ്കോട്ട്ലൻഡിലെ രാജാവിൻ്റെ പേരാണ്, കിങ്ങിൻ്റെ പേരാണ് ബ്രൂസ്. സ്പൈഡർ ചിലന്തി SPIDER. Whenever we think of failing, we tend to lose hope, and that is not the right attitude. We must try to achieve our goal. We must attempt until we succeed. Losing hope is not the solution. Working hard until you succeed is a right policy. നമുക്ക് ചിലപ്പോൾ പരീക്ഷകളിൽ ഡിക്റ്റേഷൻ ഇടുമ്പോൾ ഒക്കെ ഫുൾ മാർക്ക് കിട്ടാതെ വരും. നമുക്ക് സ്പെല്ലിങ്ങുകൾ തെറ്റിപ്പോവും, ആൻസറുകൾ തെറ്റിപ്പോവും. അപ്പം നമുക്ക് അയ്യോ നമ്മുടെ എല്ലാം പോയി എന്ന് പറഞ്ഞ് ചിന്തിക്കാതെ വി ഹാവ് ടു ഫോക്കസ് ഓൺ വാട്ട് വി ഹാവ് ടു സ്റ്റഡി. നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ മുന്നോട്ട് പഠിച്ചു കൊണ്ട് പോകും. വി വിൽ എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാതെ ഞാൻ തോറ്റുപോയതുകൊണ്ട് ഇനി ഞാൻ ഡിക്റ്റേഷൻ എടുത്തില്ല, ഇനി ഞാൻ പരീക്ഷ എഴുതത്തില്ല എന്ന് വിചാരിക്കുകയല്ല വേണ്ടത് എന്നാണ് നമുക്ക് കിങ് ബ്രൂസ് എന്ന ഈ ആൻഡ് ദ സ്പൈഡർ എന്ന ലെസണിൽ നമുക്ക് പഠിക്കാനുള്ളത്. ലെറ്റ് us see the lesson. Long ago, King Bruce ruled Scotland. വളരെ കാലം മുമ്പ് കിങ് ബ്രൂസ് റൂൾഡ് രാജ്യം ഭരിച്ചിരുന്നു. റൂൾഡ് എന്ന് വെച്ചാൽ രാജ്യം ഭരിച്ചിരുന്നു. സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന രാജ്യം കിങ് ബ്രൂസ്. ഹൂ റൂൾഡ് Scotland? King Bruce ruled Scotland. One day, the King of England attacked Scotland. അറ്റാക്ക് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളെ ആക്രമിക്കുക. അപ്പോൾ ഒരു ദിവസം എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻ? വൺ ഡേ ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിലെ രാജാവ് ആരെ ആക്രമിച്ചു? സ്കോട്ട്ലൻഡിനെ ആക്രമിച്ചു. അറ്റാക്ഡ് ATTACKED അറ്റാക്ഡ് സ്കോട്ട്ലൻഡ്. കിങ് ബ്രൂസ് ഹാഡ് ടു ഫേസ് ഡിഫീറ്റ് എന്ന് വെച്ചാൽ തോൽവി. വിൻ എന്ന് വെച്ചാൽ വിജയം. ഡിഫീറ്റ് തോൽവി. ഹൂ ഡിഫീറ്റഡ് കിങ് ബ്രൂസ്? ദ കിങ് ഓഫ് ഇംഗ്ലണ്ട് ഡിഫീറ്റഡ് കിങ് ബ്രൂസ്. കിങ് ബ്രൂസ് ഹാഡ് ടു ഫേസ് ഡിഫീറ്റ്. ടു സേവ് ഹിസ് ലൈഫ് ഹി റാൻ അവേ ഫ്രം ദ ബാറ്റിൽ ഫീൽഡ്. ബാറ്റിൽ ഫീൽഡ് എന്ന് വെച്ചാൽ യുദ്ധഭൂമി. BATTLE ഫീൽഡ് FIELD ഫീൽഡ്. അദ്ദേഹം ഇന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ടു സേവ് ഹിസ് ലൈഫ്, അദ്ദേഹത്തിൻ്റെ ലൈഫ് രക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? ഈ റാൻ അവേ ഓടിപ്പോയി. എവിടേക്ക്? ഫ്രം ദ ബാറ്റിൽ ഫീൽഡ് എന്ന് ഓടിപ്പോയി. സ്കോട്ട്ലൻഡ് കെയിം അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്. അങ്ങനെ സ്കോട്ട്ലൻഡ് ഇംഗ്ലണ്ടിൻ്റെ രാജാവിൻ്റെ കീഴിൽ ആയിപ്പോയി. ലോങ് എഗോ കിങ് ബ്രൂസ് റൂൾഡ് സ്കോട്ട്ലൻഡ്. One day, the King of England attacked Scotland. King Bruce had to face defeat. To save his life, he ran away from the battlefield. Scotland came under the control of King of England. Next paragraph. King Bruce hid in the cave in a forest. King Bruce hid, HID, hid എന്ന് വെച്ചാൽ ഒളിച്ചിരുന്നു. ഹൈഡ് ഒളിക്കുക, ഹിഡ് എന്ന് വെച്ചാൽ ഒളിച്ചു. കിങ് ബ്രൂസ് ഹിഡ് ഇൻ എ കേവ് ഗുഹ, അല്ലേ? പാറയ്ക്കുള്ളിൽ കാണുന്ന ഗുഹകൾ, മനുഷ്യർക്ക് കയറിയൊക്കെ ഇരുന്ന് താമസിക്കാൻ പറ്റുന്നത്. കിങ് ബ്രൂസ് ഹിഡ് ഇൻ എ കേവ് ഇൻ എ ഫോറസ്റ്റ് കാട്. സ്റ്റേയിങ് ഇൻ ദ ഫോറസ്റ്റ് he built an army of soldiers and attacked England with that army. Staying in the forest, where he stayed in the cave, അല്ലേ? in a cave in a forest. Staying in the forest, ഇങ്ങനെ കാട്ടിൽ ജീവിച്ചുകൊണ്ട് he built എന്ന് വെച്ചാൽ പണിയുക, ഉണ്ടാക്കുക. ബിൽറ്റ് എന്ന് വെച്ചാൽ ഉണ്ടാക്കി. he built an army of soldiers, പട്ടാളക്കാര്. ആർമി ARMY ആർമി. സോൾജിയേഴ്സ് SOLDIERS പട്ടാളക്കാർ. സോൾജിയേഴ്സ് ആൻഡ് അറ്റാക്ക്ഡ് ATTACKED. ഇവിടെ നമ്മൾ ഓൾറെഡി നോക്കി. അറ്റാക്ക്ഡ് ഇംഗ്ലണ്ട്. വാട്ട് ഹാപ്പൻ? വൺ ഡേ staying in the forest, he built an army. Who built? King Bruce built an army of soldiers and attacked England with that army. But unfortunately, നിർഭാഗ്യവശാൽ, UN for FORTUNATELY, UNFORTUNATELY. But unfortunately, unluckily, നിർഭാഗ്യവശാൽ, he faced defeat again. അഭിമുഖീകരിക്കേണ്ടി വന്നു. What? Defeat. Here also we have seen defeat, തോൽവി.
ഡിഫീറ്റ് അഗെയിൻ വീണ്ടും. ദിസ് സെക്കൻഡ് ഡിഫീറ്റ് ഡിസ്ഹാർട്ടൻഡ് മീൻസ് മനസ്സിനെ വല്ലാതെ തളർത്തി. DIS ഹാർട്ട് HEARTENED DIS ഹാർട്ടിൻ്റെ സ്പെല്ലിംഗ് HEART, പിന്നെ നമ്മൾ എന്തുകൂടി ചേർക്കണം ENED. ദിസ് സെക്കൻഡ് ഡിഫീറ്റ് ഡിസ്ഹാർട്ടൻഡ് ഹിം മീൻസ് അദ്ദേഹത്തെ വല്ലാതെ തളർത്തി. So he left everything and went to live in a cave deep inside the forest. So he left. Why he left? Because he had already faced the second defeat. So he was disheartened and left everything. എല്ലാം വിട്ട് കളഞ്ഞിട്ട് അദ്ദേഹം എവിടേക്ക് പോയി? He went to live in a cave deep inside the forest. കാടിനുള്ളിൽ വളരെ ഉള്ളിലേക്ക് കടന്നുപോയി. Second paragraph once again. King Bruce hid in a cave in a forest. Staying in the forest, he built an army of soldiers and attacked England with that army. But unfortunately, he faced defeat again. This second defeat disheartened him. So he left everything and went to live in a cave deep inside the forest. Third paragraph. One day, he was sitting idle in the cave when he saw a spider. One day, ഒരു ദിവസം, what was he doing? He was sitting idle, IDLE, ചുമ്മാതെ ഇരിക്കും, ഒന്നും ചെയ്യാതിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? IDLE. An idle mind is a devil's workshop എന്ന് പറയുക. അതായത് നമ്മൾ ചുമ്മാതെ ഇരുന്ന് നമ്മുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളൊക്കെ വരും. One day he was sitting idle in the cave when he saw a spider. അദ്ദേഹം അതിനെ കണ്ടു. He saw a spider, ഒരു ചിലന്തിയെ കണ്ടു. The spider was climbing up the wall to reach its web. നിങ്ങളെല്ലാവരും ചിലന്തി വല കണ്ടു കാണും അല്ലേ? സ്പൈഡർ ജീവിക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ചിലന്തി വല എന്ന് പറയുന്നത്, വെബ് എന്ന് പറയുന്നത്. The spider, what was he doing? The spider was climbing the wall to reach the web. അതായത് അദ്ദേഹത്തിൻ്റെ ചിലന്തിക്ക് തൻ്റെ കൂട്ടിലേക്ക് എത്താൻ, ചിലന്തി വലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വാളിലൂടെ ഇങ്ങനെ ക്ലൈംബ് ചെയ്യുക. നമ്മൾ മരത്തിലൊക്കെ ക്ലൈംബ് ചെയ്യും ഇല്ലേ? സ്റ്റെയർ കേസ് ഒക്കെ ക്ലൈംബ് ചെയ്യും ഇല്ലേ? അപ്പം the spider was climbing up the wall to reach its web. It just climbed a little when it slipped and fell down. എന്ത് സംഭവിക്കുന്നു? ഇറ്റ് ജസ്റ്റ് ക്ലൈംബ്ഡ് എ ലിറ്റിൽ, ഒരു ശകലം ഒന്ന് കടക്കുമ്പോഴേക്കും, ക്ലൈംബ് ചെയ്യുമ്പോൾ CLIMBED ക്ലൈംബ്ഡ്, ഇച്ചിരി മരത്തിൻ്റെ അല്ലെങ്കിൽ ഈ വോളിലേക്ക് ഒന്ന് കയറുമ്പോഴേക്കും എ ലിറ്റിൽ ചെറുതായിട്ട്. വെൻ ഇറ്റ് സ്ലിപ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, SLIPPED, സ്ലിപ്ഡ് എന്ന് വെച്ചാൽ തെന്നിപ്പോവുക. ആൻഡ് ഫെൽ ഡൗൺ എന്നിട്ട് താഴെ വീഴും. ബട്ട് ആഫ്റ്റർ ഫോളിങ് ഇറ്റ് സ്റ്റാർട്ടഡ് ക്ലൈംബിങ് എഗെയിൻ, താഴെ വീഴും. ബട്ട് ആഫ്റ്റർ ഫോളിങ്, താഴെ വീണതിന് ശേഷം ഇത് എന്ത് ചെയ്യും? വാട്ട് ഡിഡ് ഇറ്റ് ഡു? ഇറ്റ് സ്റ്റാർട്ടഡ് ക്ലൈംബിങ് എഗെയിൻ, വീണ്ടും ആ മതിലേക്ക് കൂടി കയറാനായിട്ട് ശ്രമിക്കും. This continued. Went on means continued. This went on a number of times. Yet every time the spider fell, it tried again. It did not give up. അങ്ങനെ ഓരോ പ്രാവശ്യവും ഈ മതിലിലോട്ട് ചാടിക്കയറും, വെബിലേക്ക് പോകാനായിട്ട് താഴെ വീഴും, വീണ്ടും എഴുന്നേറ്റ് മതിലിലോട്ട് ചാടിക്കയറാനായിട്ട് ശ്രമിക്കും, വീണ്ടും താഴെ. അങ്ങനെ ഇതിങ്ങനെ ദിസ് വെൻറ്റ് ഓൺ, എന്ത്? ക്ലൈംബിങ് അപ്പ് ദ wall. This went on, continued a number of times. കുറേ പ്രാവശ്യം നടന്നു. Yet every time the spider fell, ഓരോ പ്രാവശ്യം സ്പൈഡർ എന്ത് ചെയ്യും? ഫെൽ ചെയ്യും. ഇറ്റ് ട്രൈഡ് അഗെയിൻ, വീണ്ടും ശ്രമിക്കും. ഇറ്റ് ഡിഡ് നോട്ട് ഗീവ് അപ്പ് എന്ന് വെച്ചാൽ ഉപേക്ഷിച്ചില്ല, അതിൻ്റെ കോൺഫിഡൻസ് അത് ഉപേക്ഷിച്ചില്ല. ലുക്ക് അറ്റ് വൺ ഡേ he was sitting idle in the cave when he saw a spider. The spider was climbing up the wall to reach its web. It just climbed a little when it slipped and fell down. But after falling, it started climbing again. This went on a number of times. Yet every time the spider fell, it tried again. It did not give up. അപ്പോൾ നമ്മളൊരു സ്പെല്ലിങ് പഠിക്കാനായിട്ട് ശ്രമിച്ചു. ഒരു പ്രാവശ്യം ഡിക്റ്റേഷൻ ഇട്ട് തന്നു, 2 പ്രാവശ്യം ഇട്ട് തന്നു, 3 പ്രാവശ്യം. ആ വാക്കുകൾ നമുക്കങ്ങ് തെറ്റിപ്പോവാണെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കണം. ആ വാക്കുകൾ നമുക്ക് വേണ്ടേ, ആ വാക്കുകൾ ജീവിതത്തിൽ. അപ്പം നമ്മൾ വീണ്ടും ആ വാക്കുകൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. കിങ് ബ്രൂസ് വാസ് വാച്ചിങ് ദ സ്പൈഡേഴ്സ് അറ്റംപ്റ്റ്സ് എന്ന് വെച്ചാൽ എന്തോ? ശ്രമം. അപ്പം ATTEMPTS അറ്റംപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ശ്രമം, നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്ന ഓരോ തവണ എഴുതി പഠിക്കത്തില്ല, അതിനെയാണ് നമ്മൾ ഓരോ ശ്രമങ്ങൾ എന്ന് പറയുന്നത്. King Bruce was watching the spider's attempts. He counted
എണ്ണി നോക്കി. ഹി കൗണ്ടഡ് ദ സ്പൈഡേഴ്സ് അറ്റംപ്റ്റ്സ്. എത്ര പ്രാവശ്യം ഈ മതിലിലോട്ട് കയറാനായി സ്പൈഡർ ശ്രമിച്ചിട്ടുണ്ടെന്ന് കിങ് ബ്രൂസ് എണ്ണി നോക്കി. കിങ് ബ്രൂസ് വാസ് വാച്ചിങ് ദ സ്പൈഡേഴ്സ് അറ്റംപ്റ്റ്സ്. He counted the spider's attempts. When the spider fell for the 16th time, King Bruce thought, what is the spider going to do now? അതങ്ങനെ രാജാവ് എണ്ണി നോക്കിയപ്പോൾ 16 പ്രാവശ്യം കൊണ്ട് മതിലേ കയറാൻ ശ്രമിക്കുന്നു, താഴെ വീഴുന്നു, മതിലേ കയറാൻ ശ്രമിക്കുന്നു, താഴെ വീഴുന്നു. When the spider fell for the 16th time, how many times? 16 പ്രാവശ്യം മതിലേ കയറാൻ ശ്രമിച്ച് താഴെ വീണത്. അപ്പോൾ രാജാവ് എന്ത് വിചാരിച്ചു? The King Bruce thought, വാട്ട് ഈസ് ദ സ്പൈഡർ ഗോയിങ് ടു ഡു നൗ? ഇനി ഈ സ്പൈഡർ എന്തായിരിക്കും? 16 പ്രാവശ്യം അതിലെ കയറിയിട്ടും വീഴാൻ പോയി. അപ്പോൾ ഇനി എന്തായിരിക്കും ഈ സ്പൈഡർ ചെയ്യാൻ പോകുന്നത്? വാട്ട് ഈസ് ദ സ്പൈഡർ ഗോയിങ് ടു ഡു നൗ? ഇറ്റ് ഹാസ് ഓൾറെഡി ഫോളൻ ഡൗൺ 16 ടൈംസ്. എത്ര പ്രാവശ്യം വീണ് കഴിഞ്ഞു? 16 പ്രാവശ്യം വീണ് കഴിഞ്ഞു. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി സ്റ്റോപ്പ് ഇറ്റ്സ് അറ്റംപ്റ്റ്സ്. ഇറ്റ് വിൽ ഷുവർലി, തീർച്ചയായിട്ടും, ഡെഫിനറ്റ്ലി മീൻസ് തീർച്ചയായിട്ടും, ഷുവർലി, ഡെഫിനറ്റ്ലി സ്റ്റോപ്പ്, നിർത്തും. എന്ത്? വാട്ട്? ഇറ്റ്സ് അറ്റംപ്റ്റ്സ്, അതിൻ്റെ ശ്രമം, മതിലേ കയറാനും വെബിലേക്ക് എത്താനുള്ള ആ ശ്രമം നിർത്തുമെന്ന് രാജാവ് വിചാരിച്ചു. വാട്ട് ഈസ് ദ സ്പൈഡർ ഗോയിങ് ടു ഡു നൗ? ഇറ്റ് ഹാസ് ഓൾറെഡി fallen down 16 times. It will definitely stop its attempts. But the spider gave yet another try. പിന്നെ സ്പൈഡർ ഒന്ന് ശ്രമിച്ചു. But the spider, 17ാമത്തെ തവണയും സ്പൈഡർ ശ്രമിക്കുകയാണ്. But the spider gave yet another try. This time he reached his web സക്സസ്ഫുള്ളി, വളരെ വിജയത്തോടുകൂടി 17ാമത്തെ തവണ നമ്മുടെ സ്പൈഡർ എവിടേക്ക് എത്തിച്ചേർന്നു? തൻ്റെ ചെലന്തി വലയിലേക്ക് എത്തിച്ചേർന്നു, അതിൻ്റെ വെബിലേക്ക് എത്തിച്ചേർന്നു. But the spider gave yet another try. This time he reached his web successfully. Turn the page. Take page number 80. This had a deep effect on the king. ഇത് കണ്ടപ്പോൾ രാജാവിന് ഭയങ്കര ഇൻഫ്ലുവൻസ് ആയി, രാജാവിനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. കാരണം 16 തവണ മതിലേ കയറാൻ ശ്രമിച്ചിട്ട് താഴെ വീണിട്ട് 17ാമത്തെ തവണ കയറിയപ്പോഴാണ് തൻ്റെ വെബിലേക്ക് ചെലന്തിക്ക് എത്താനായിട്ട് സാധിച്ചത്. ദിസ് ഹാഡ് എ ഡീപ്പ് എന്ന് വെച്ചാൽ ആഴമുള്ള ഇഫക്റ്റ്, ഒരു ചലനം. ദിസ് ഹാഡ് എ ഡീപ്പ് ഇഫക്റ്റ് ഓൺ ദ കിങ്. ഹി തോട്ട്, if a small spider did not give up after 16 failures, why should I? ഇത്രയും കുഞ്ഞു ജീവിയായിട്ടുള്ള ഒരു സ്പൈഡർ 16 പ്രാവശ്യം വീണിട്ട് വീണ്ടും ശ്രമിച്ചു. അങ്ങനെയാണെങ്കിൽ മനുഷ്യനായ ഞാൻ, ഇത്രയും വലിയ ആൾക്ക് എത്ര പ്രാവശ്യം ശ്രമിക്കാൻ പറ്റും? എത്ര പ്രാവശ്യം ഫെയിലിയർ ഉണ്ടായാലും വീണ്ടും വീണ്ടും ശ്രമിക്കാൻ പറ്റുമെന്നൊരു ചിന്ത ആരുടെ മനസ്സിലേക്ക് വന്നു? കിങ് ബ്രൂസിൻ്റെ മനസ്സിലേക്ക് വന്നു. ദിസ് ഹാഡ് എ ഡീപ്പ് ഇഫക്റ്റ് ഓൺ ദ കിങ്. He thought, if a small spider did not give up after 16 failures, why should I? Then the inspired king, inspired എന്ന് വെച്ചാൽ പ്രചോദിതമായ, അതായത് ഈ സ്പൈഡറിൻ്റെ ഹാർഡ് വർക്ക് കണ്ട് പ്രചോദനം ഉൾക്കൊണ്ട കിങ് എന്നർത്ഥം. Then the inspired king Bruce again gathered soldiers. Gathered എന്ന് വെച്ചാൽ കൂട്ടിച്ചേർത്തു, collected. Gathered soldiers and attacked England. അങ്ങനെ ഇംഗ്ലണ്ടിനെ പോയി അറ്റാക്ക് ചെയ്തു. This time he fought with all his might and won the battle. ഭയങ്കര ഇൻസ്പയർഡ് ആയിപ്പോയി രാജാവ്. തോറ്റാലൊന്നും കുഴപ്പമില്ല, നമുക്ക് വീണ്ടും വീണ്ടും ശ്രമിക്കാമെന്നുള്ള ചിന്ത രാജാവിൻ്റെ ബ്രൂസിൻ്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഹി ഗാതേർഡ് സോൾജിയേഴ്സ് ആൻഡ് അറ്റാക്ക്ഡ് ഇംഗ്ലണ്ട്. ദിസ് ടൈം ഹി ഫോട്ട് വിത്ത് ഓൾ ഹിസ് മൈറ്റ്. അദ്ദേഹത്തിൻ്റെ ശക്തി, മൈറ്റ് എന്ന് വെച്ചാൽ എന്തോ ശക്തി. ആൻഡ് വൺ ദ ബാറ്റിൽ. ഹി ബിക്കെയിം ദ കിങ് ഓഫ് സ്കോട്ട്ലൻഡ് again because he did not give up. അദ്ദേഹം ഒരിക്കലും തൻ്റെ ശ്രമം ഉപേക്ഷിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തായി തീരാൻ വന്നു? കിങ് ഓഫ് സ്കോട്ട്ലൻഡ് ആയിരുന്നു. അവിടുന്ന് ഡിഫീറ്റഡായി, വീണ്ടും ശ്രമിച്ചു, പിന്നെയും ഡിഫീറ്റഡായി, വീണ്ടും ശ്രമിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും കിങ് ഓഫ് ദ സ്കോട്ട്ലൻഡായി മാറി. ഹി ബിക്കെയിം ദ കിങ് ഓഫ് ദ സ്കോട്ട്ലൻഡ് അഗെയിൻ ബിക്കോസ് ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ്. ബിക്കോസ് ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ്. തിങ്ക് ആൻഡ് ആൻസർ. A. Fill in the blanks. Soldiers 1, inspired, defeat 60. King Bruce had to face defeat, തോൽവി നേരിടേണ്ടി വന്നു. When the King of England attacked his country, he built an army of soldiers and attacked England again. The spider fell down 16 times. The inspired king gathered soldiers again. King Bruce fought again and won the battle. Next,
Write T for true statement and F for false statement. King Bruce ruled Scotland. True. King Bruce hid in a palace. No, it hid in a cave. King Bruce noticed that spider could not climb the wall. True. After every fall, the spider tried again. True. The spider fell down 15 times. No, at the time 16 times. Answer the following questions. Name the king and the country. അങ്ങനെ വേണം ക്വസ്റ്റിനെ. Name the king and country. The country എന്ന് പറഞ്ഞാൽ which attacked Scotland. The king of England attacked Scotland. Who attacked Scotland? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മതിയായിരുന്നു. The king of England attacked Scotland. What did King Bruce do in the forest? King Bruce built an army of soldiers in the forest. King Bruce built an army of soldiers in the forest. What did King Bruce notice while sitting idle in the cave? വെറുതെ ഇരുന്നപ്പോൾ എന്താ രാജാവ് കണ്ടത്? King Bruce noticed a spider climbing up the wall while sitting idle in a cave. King Bruce noticed a spider climbing up the wall while sitting idle in a cave. How many attempts did the spider make? The spider made 16 attempts. What happened in the end? In the end, the spider reached his web successfully. In the end, the spider reached his web successfully. ഗ്രാമർ സ്കിൽസ് ഡൂയിങ് വേർഡ്സ്. നമ്മൾ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദത്തിനെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. വേർബ് ഷോസ് ആൻ ആക്ഷൻ. ഓടുക, ചാടുക, ഇരിക്കുക, പെയിൻറ്റ് ചെയ്യുക, കളർ ചെയ്യുക, ക്രിക്കറ്റ് കളിക്കുക, ഇങ്ങനെ പറയുന്ന ഉറങ്ങുക, ഇങ്ങനെ എന്ത് പ്രവൃത്തി നമ്മൾ ചെയ്യുന്നോ അതിനെയെല്ലാം നമ്മൾ ഡൂയിങ് വേർഡ്സ് എന്നാണ് പറയുന്നത്. ആ ഡൂയിങ് വേർഡ്സ് ഇല്ലാതെ നമുക്ക് ഇംഗ്ലീഷ് എഴുതാനോ വായിക്കാനോ പറ്റുകയില്ല, പറയാനോ പറ്റുകയില്ല. അപ്പം നമുക്ക് വേർബ് ഷോസ്, വെർബ് ക്രിയ, മലയാളത്തിൽ ക്രിയ എന്ന് പറയും. വേർബ് ഷോസ് ആൻ ആക്ഷൻ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഓരോ വാക്കുകൾ, ഇപ്പം നമ്മൾ ഇൻസ്പയർഡ് എന്നുള്ളൊരു വാക്ക്, വൺ എന്നുള്ള വാക്ക്, ഡിഫീറ്റ് എന്നുള്ള വാക്ക്, ഇതൊക്കെ ഓരോ വെർബുകളാണ്. ഈറ്റ്, ഡ്രിങ്ക്, പ്ലേ, ഡ്രോ, ഡാൻസ്, സിങ്, ഇങ്ങനെ പറയുന്ന വാക്കുകളെല്ലാം തന്നെ നമ്മുടെ ഡൂയിങ് വേർഡ്സ് ആണ്. ആ ഡൂയിങ് വേർഡ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഈ ഡൂയിങ് വേർഡ്സ് ഇന്ന് ചെയ്യുന്ന ഡൂയിങ് വേർഡ്സും ഉണ്ട്, ഇന്നലെ ചെയ്ത ഡൂയിങ് വേർഡ്സ് ഉണ്ട്, നാളെ ചെയ്യാനിരിക്കുന്ന ഡൂയിങ് വേർഡ്സ് ഉണ്ട്. അത് നിങ്ങൾ പിന്നീട് പഠിക്കും. ഇപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന ഡൂയിങ് വേർഡ്സ് ആണ് പഠിക്കുന്നത്. അങ്ങനെ പഠിക്കുന്ന വേർബ്സിനെ പറയുന്നത് പ്രസൻറ്റ് ടെൻസ് എന്നാണ് പറയുന്നത്. ഇന്ന് ചെയ്യുന്ന പ്രവൃത്തി ഓടുക, ചാടുക, ഇരിക്കുക, നടക്കുക, കിടക്കുക, ഉറങ്ങുക, പാടുക, ഇങ്ങനെയൊക്കെ പറയുന്ന വാക്കുകൾക്ക് പ്രസൻറ്റ് ടെൻസ് എന്നാണ് പറയുന്നത്. അത് ഉപയോഗിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഹീ, ഷീ, ഇറ്റ്, നമ്മുടെ പേരുകൾ. ഇപ്പോൾ ഏതൊക്കെ വാക്കുകളാണ്? നൗണുകളാണ്, പ്രോനൗൺസ് ആണ്. ഹീ, ഷീ, ഇറ്റ്, നമ്മുടെ പേരുകൾ. ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ പ്രസൻറ്റ് ടെൻസിലെ വെർബ്, ഇപ്പം നമ്മൾ എഴുതുക എന്നുള്ള വാക്ക് റൈറ്റ്. അപ്പം ഹീ ആണെങ്കിലും ഷീ ആണെങ്കിലും ഇറ്റ് ആണെങ്കിലും ഇപ്പോൾ ഒരു പേരാണെങ്കിലും നമ്മൾ ആ റൈറ്റ് എന്നുള്ള വാക്കിൻ്റെ കൂടെ എസ് എന്നൊരു അക്ഷരം കൂടി നമ്മൾ ചേർക്കണം. അപ്പം ഹീ റൈറ്റ്സ്, ഷീ റൈറ്റ്സ്. ഇറ്റ് വരുമ്പോൾ ഏതെല്ലാം റൈറ്റ് ചെയ്യാൻ പറ്റത്തില്ലോ. ഇറ്റ് ജംപ്സ് ആവട്ടെ, അല്ലെങ്കിൽ ഇറ്റ് വോക്സ് ആവട്ടെ. ഇനിയും ഒരാളുടെ പേര് വന്നു, റോയി ആണെങ്കിൽ റോയി റൈറ്റ്സ്. മനസ്സിലായി? അപ്പം നമ്മൾ പ്രസൻറ്റ് ടെൻസിലെ ആ വേർബ് നമ്മൾ അതുപോലെ ഉപയോഗിക്കാൻ പാടില്ല. ഹീ, ഷീ, ഇറ്റ് വരികയാണെങ്കിൽ, നമ്മുടെ പേരുകളും വരുവാണെങ്കിൽ പ്രസൻറ്റ് ടെൻസിലെ ആ വെർബിൻ്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്യണം. ആ സ്ഥാനത്ത് ഐ, യു, വി, ദേ ഇങ്ങനെയുള്ള വാക്കുകൾ വരുവാണെങ്കിൽ ആ വെർബ് അങ്ങനെ തന്നെ. ഐ റൈറ്റ്, യു റൈറ്റ്, ദേ റൈറ്റ്, വി റൈറ്റ്, പീപ്പിൾ റൈറ്റ്, സ്റ്റുഡൻസ് റൈറ്റ്, ചിൽഡ്രൻ റൈറ്റ്, ടീച്ചേഴ്സ് റൈറ്റ്. ആ വാക്കിനൊന്നും വ്യത്യാസം വരികയില്ല. അതാണ് നിങ്ങളിവിടെ കാണുന്നത്. എ ബേർഡ് ഫ്ലൈസ്. കണ്ടോ, ഫ്ലൈ എന്നുള്ള വെർബാണ് അത്. എ ബേർഡ് വന്നുകൊണ്ടാണ് അത് ഫ്ലൈസ് ഇൻ ദ എയർ. ദ ഡോഗ് ബാർക്ക്. കണ്ടോ, ബാർക്കിൻ്റെ കൂടെ എന്ത് ചേർത്തു? എസ് ചേർത്തു. ഡോഗ് ബാർക്സ് അറ്റ് എ കാറ്റ്. ഷീ ഗോസ് ടു സ്കൂൾ. ഐ ഗോ ടു സ്കൂൾ, ഹീ ഗോസ് ടു സ്കൂൾ, ദേ ഗോ ടു സ്കൂൾ, യു ഗോ ടു സ്കൂൾ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ എസ് ചേർക്കണം. ദ ബേബി ക്രൈസ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം പ്രസൻറ്റ് ടെൻസിലെ വെർബ്, ക്രിയകൾ, ആ വെർബിൻ്റെ കൂടെ ഹീ, ഷീ, അവൻ, അവള്, അത്, നമ്മുടെ പേരുകൾ അത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ഒരു എസ്സും കൂടി നമ്മൾ അതിനകത്തിൽ ആഡ് ചെയ്യണം. ലുക്ക് അറ്റ് ഈച്ച് പിക്ചർ ആൻഡ് ടിക്ക് ദ കറക്റ്റ് ഡൂയിങ് വേർഡ്. ഇതിപ്പോൾ ഒരു ഡോഗിനെ തന്നു, അതുകൊണ്ട് ബാർക്ക് അല്ലേ. ബോയിയെ തന്നു, ഗേളിനെ തന്നു, അതുകൊണ്ട് റൈറ്റ്. ബോയിയെ തന്നു, വോക്ക്. ഗേളിനെ തന്നു, അത് കൊടുത്തിരിക്കുന്ന ആക്ഷൻ വേർഡ് ഏതാ? പ്ലേ.
ഇത് ഏത് വേർഡാണ് ആക്ഷൻ വേർഡ്? സ്വിം ആണ് ആക്ഷൻ വേർഡ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ദ സിനോണിയംസ്. സിനോണിയംസ് എന്ന് പറഞ്ഞാൽ പര്യായ പദങ്ങൾ. ഇതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാക്ക്. കൺട്രോൾ, ഡോമിനൻസ്. കൺട്രോൾ മീൻസ് ഡോമിനൻസ്. ഡിഫീറ്റ്, ബ്രേക്ക് ഡൗൺ. ഡിഫീറ്റ്, ബ്രേക്ക് ഡൗൺ. ഗ്രൗണ്ട്, ഫ്ലോർ. സ്റ്റാർട്ട്, ബിഗിൻ. തിങ്ക്, ബിലീവ്, അറൈവ്, റീച്ച്. ബൂ എന്ന് പറഞ്ഞാൽ കരച്ചിൽ നിന്നാണ് കേട്ടോ. ബൂ, ബൂസ്. ഇത് പ്ലൂറലാണേ, ഒന്നിൽ കൂടുതൽ. സ്റ്റുഡൻറ്റ്, സ്റ്റുഡൻസ്. പെൻ, പെൻസ്. ആരോ, ആരോസ്. പ്രിൻസ്, പ്രിൻസസ്. ഫോക്സ്, ഫോക്സസ്. കൺട്രോൾ, ഡോമിനൻസ്. ഡിഫീറ്റ്, ബ്രേക്ക് ഡൗൺ. ഗ്രൗണ്ട്, ഫ്ലോർ. ഇത് സിനോണിയംസ്, പര്യായങ്ങൾ. സ്റ്റാർട്ട്, ബിഗിൻ. തിങ്ക്, ബിലീവ്, അറൈവ്, റീച്ച്. ഇത് ഒന്നിൽ കൂടുതൽ. ബൂ, ബൂസ്. സ്റ്റുഡൻറ്റ്, സ്റ്റുഡൻസ്. പെൻ, പെൻസ്. ആരോ, ആരോസ്. പ്രിൻസ്, princess. Fox, foxes. There ends the lesson. Thank you.